എടാ കീ പോയി. ഗുഡ് മോർണിംഗ് ഗൈസ്, ദിസ് ഇസ് ഡേ 2 ഓഫ് അവർ റൈഡ്. ഇന്നലെ നമ്മൾ ബാംഗ്ലൂരായിരുന്നു, ഇപ്പോഴും നമ്മൾ ബാംഗ്ലൂരുള്ളത്. ആൻഡ് ടുഡേ വി ആർ ഹിറ്റിംഗ് ടു ഗന്ദിക്കോട്ട, ദ ഗ്രാൻഡ് കാനിയൻ ഓഫ് ഇന്ത്യ. ബൈക്സ് ഒക്കെ സെറ്റാണ്. ഇവിടുന്ന് ഇറങ്ങുന്നു, നേരെ ഗന്ദിക്കോട്ടയിലേക്ക് പോകും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ലേപാക്ഷിയാണ്. ലേപാക്ഷിയിൽ നിന്ന് ബേലം കേവ് പോയിട്ട് അവിടെ ഹോൾട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഗന്ദിക്കോട്ട. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ വരുന്നത്. മൂന്നും ആന്ധ്രാപ്രദേശിലാണ് വരുന്നത്. ലേപാക്ഷി ഒരു ചെറിയ അമ്പലമാണ്, കുറച്ചേ കാണാനുള്ളൂ. അവിടെ നിന്ന് ഒരു 3-4 മണിക്കൂർ അപ്പുറത്താണ് ഈ ബേലം കേവ്സ് വരുന്നത്. അവിടെ നിന്ന് നെക്സ്റ്റ് ഡേ നമ്മൾ ഗന്ദിക്കോട്ട അടിക്കും. ബാംഗ്ലൂർ ട്രാഫിക് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ റൈഡ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഉറക്കം നമ്മളെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്നലെ ഏർലി മോർണിംഗ് റൈഡ് സ്റ്റാർട്ട് ചെയ്തല്ലേ, എല്ലാവരും കുറച്ച് ടയർഡായിരുന്നു. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉറങ്ങിയിട്ടാണ് ഇന്നത്തെ റൈഡ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ വിചാരിച്ച അത്രയും ട്രാഫിക് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി നല്ല ട്രാഫിക് ആയിരിക്കും, നമ്മൾ കുടുങ്ങും, ഇപ്പോഴേ ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. ട്രാഫിക് ഉണ്ടായിരുന്നു, പക്ഷേ ഈസിലി മാനേജബിൾ ആയിരുന്നു. ഈ ഒരു റോഡ് ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നത് NH44 കയറുന്നതോ അല്ലെങ്കിൽ NH44 അങ്ങനെ എന്തോ ആണ്. കാരണം ഞങ്ങളുടെ ആദ്യത്തെ കന്യാകുമാരി ടു കശ്മീർ, ഞങ്ങളെ ഒരു പ്ലാനും ഇല്ലാത്തൊരു റൈഡ് ഞങ്ങൾ പോയത് ഈ ഒരു റൂട്ടിലേക്ക് കൂടിയാണ്. ഈ റോഡൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല. എൻ്റെ ഫസ്റ്റ് എവർ ലോങ് റൈഡ് ഇതായിരുന്നു, 10,000 കിലോമീറ്റേഴ്സിൻ്റെ. ആ സമയത്ത് ഞാനിങ്ങനെ ബൈക്കിൽ യൂട്ടേൺ ഒക്കെ എടുക്കാൻ പഠിക്കുന്നേ ഉള്ളൂ. ഇപ്പം ലൈക്ക് അവിടെ നിന്ന് 2 ബൈക്കിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. സോ ഐ ആം സൂപ്പർ പ്രൗഡ് ഓഫ് മൈസെൽഫ് ആൻഡ് താങ്ക്സ് ടു മൈ ഡിയർ ഹസ്ബൻഡ്. അവനില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ചാനൽ പോലും ക്രിയേറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നില്ല. എനിവേ, ഇന്നലത്തെ വ്ളോഗിൽ പ്രത്യേകിച്ചൊന്നും ബാംഗ്ലൂർ എത്തിക്കേണ്ടി കാണിക്കേണ്ടായിരുന്നില്ല. ബിക്കോസ് ബാംഗ്ലൂർ എത്തി നമ്മൾ ലഞ്ച് കഴിച്ചു, നവീനേട്ടൻ്റെ പണിയെടുക്കാൻ പോയി, നമ്മൾ നമ്മുടെ മീറ്റിങ്ങിന് പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു, ഡിന്നർ കഴിച്ചു, കിടന്നുറങ്ങി. ദാറ്റ്സ് വാട്ട് ഹാപ്പൻഡ് യെസ്റ്റർഡേ. ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എയർപോർട്ട്, നേരെ പോയി കഴിഞ്ഞാൽ ഹൈദരാബാദ്, ദേവനഹള്ളി, നന്ദി ഹിൽസ്. യെസ് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ നന്ദി ഹിൽസിൻ്റെ അടുത്ത് നിന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. നന്ദി ഹിൽസിൻ്റെ അടുത്ത് മീൻസ് നന്ദി ഹിൽസ് എന്നുള്ളൊരു ബോർഡൊക്കെ ഉണ്ട് ആ ഭാഗത്ത്. ആൻഡ് അവിടെ ഒരു റോഡിൽ ഞാൻ നമ്മളെ വണ്ടിയിൽ കെട്ടിയ ഇന്ത്യൻ ഫ്ലാഗ് ഒക്കെ പിടിച്ചിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. നിങ്ങൾ അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഏറ്റവും താഴേക്ക് പോയി കഴിഞ്ഞാൽ വൺ ഓഫ് മൈ ഫസ്റ്റ് വ്ളോഗ്സിൽ ഒന്നതാണ്. എനിക്ക് തോന്നുന്നത് ഡേ 2 അങ്ങനെ എന്തോ ആണ്, നമ്മുടെ KTK റൈഡിൻ്റെ ഡേ 2 ആണത്. നൊസ്റ്റാൾജിയ. ഇൻഡിക്കേറ്റർ ഇടുമ്പം ബാക്കിൽ നിന്ന് പറപ്പിച്ച് വന്നിട്ട് ഞാൻ ലെഫ്റ്റിലേക്ക് എടുക്കുന്ന സമയത്ത് ഓവർടേക്ക് ചെയ്ത ചേട്ടനാണ് ആ പോകുന്നത്. ബാക്കിലൊരു റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും കഴിച്ചിട്ടില്ല, കാണാൻ കുഴപ്പമില്ലാത്തൊരു റെസ്റ്റോറൻ്റ് ആണ്. അപ്പം അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. 2 പേരും അങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ട്, ഞാൻ കുറച്ച് ഫ്രണ്ടിലായിപ്പോയി. അപ്പം ലെറ്റ്സ് യു ടേൺ. എൻ്റെ വണ്ടിക്ക് ബേസിക്കലി ടേണിംഗ് റേഡിയസ് കുറവാണ്, നമ്മൾ വിചാരിച്ച പോലെ വളച്ചാൽ കിട്ടില്ല. അപ്പം കാല് കുത്തേണ്ടി വരും. കാല് കുത്തുന്ന സമയത്ത് കാലെത്തുന്നില്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പെടും. ചിലപ്പോൾ മസിൽ കയറുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും, കാരണം ഇങ്ങനെ എത്തിത്തുടണ്ടേ. Yes, I did it, guys. ശിവപ്രസാദ് വെജ് റെസ്റ്റോറൻറ്റ് കുഴപ്പമുണ്ടല്ലോ, ചോദിക്കും. നല്ല തിരക്കുണ്ടല്ലോ. I'll have masala dosa. Tea. Have you already ordered? Yeah. എൻ്റെ വണ്ടിയിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു ലഗേജും ഇല്ല, ടാങ്ക് ബാഗും ഇല്ല, ഒരു സാധനവും ഇല്ല. കാരണം വരുൺ, നമ്മൾ 3 ദിവസത്തെ ട്രിപ്പാണ്. ഞാൻ മൾട്ടിപ്പിൾ ടൈംസ് ആയി തോന്നുന്നത് പറഞ്ഞു. അപ്പോൾ വരുൺ ഓൾറെഡി വയാറ്ററിൻ്റെ ക്ലോ പ്രോ എടുത്തിട്ടുണ്ട്. പിന്നെ അവൻ്റെ അടുത്ത് വലിയൊരു ടാങ്ക് ബാഗ് ഉണ്ട്. റൈഡിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം റൈഡ് പോകുന്ന സമയത്ത് റൈഡ് നമുക്ക് തന്നൊരു ടാങ്ക് ബാഗ് ആയിരുന്നു ലഡാക്ക് റൈഡിൻ്റെ സമയത്ത്. ആൻഡ് ഇറ്റ്സ് ഹ്യൂജ് ഗൈസ്, ഹ്യൂജ് എന്ന് പറഞ്ഞാൽ അത്ര ഹ്യൂജാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ബാഗിൽ നമ്മൾ 3 ദിവസത്തേക്ക് ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു സെറ്റ് ഡ്രസ്സും അണ്ടർവെയർസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും എടുക്കാനുണ്ട്, എനിക്ക് പ്രത്യേകിച്ച് ലഗേജ് ഒന്നും വെക്കാനുണ്ടാവില്ല. പക്ഷേ ഈ റൈഡിങ് ഗിയർ ഒക്കെ ഇട്ടിട്ട് പോകുന്ന സമയത്ത് ബൈക്കിൽ ലഗേജ് കെട്ടാതിരിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു മിസ്സിംഗ് ആണ്. ഇനി എപ്പോഴും ഞാൻ എൻ്റെ എന്തെങ്കിലുമൊക്കെ ലഗേജ് ബാഗോ ടാങ്ക് ബാഗോ എന്തെങ്കിലുമൊക്കെ ഞാൻ വെക്കും. ഐ ഫീൽ റിയലി എന്തോ ഒരു ഫോമോ, എനിക്കറിയില്ല.
ചിക്കബല്ലാപുര 29 കിലോമീറ്റർ, അനന്തപൂർ 178 കിലോമീറ്റർ, ഹൈദരാബാദ് 533. ബാക്കി എനിക്ക് കാണുന്നില്ല. ഇതന്നെ NH44. യെസ് ഇതന്നെ നമ്മുടെ ആദ്യത്തെ റൈഡ് ബേസിക്കലി NH44 കവർ ചെയ്യാന്നുള്ളത് തന്നെയാണ്. നമ്മൾ കന്യാകുമാരിയിൽ നിന്ന് ശ്രീനഗർ വരെയിൽ NH44 കവർ ചെയ്യാന്നുള്ളത്. ആൻഡ് വി സക്സസ്ഫുള്ളി ഡിഡ് ദാറ്റ്. അപ്പോൾ അതൊരു എപ്പിക് റൈഡായിരുന്നു. ഭയങ്കര റിസ്കി ഡേഞ്ചറസ് റൈഡായിരുന്നു. എനിക്ക് എപ്പോഴും അതൊരു നൊസ്റ്റാൾജിയാണ്. വേറെ എന്തൊക്കെ റൈഡ് പോയി കഴിഞ്ഞാലും അത് എപ്പോഴും എനിക്ക് ഓർമ്മ വരും ആ ഒരു ലൊക്കേഷനൊക്കെ കാണുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞ് വെറുപ്പിക്കുന്നത്. റോഡൊക്കെ ഭയങ്കര അടിപൊളിയാണ്. പക്ഷെ ഈ ഒരു സമയത്ത് ആന്ധ്രാപ്രദേശിലൊക്കെ കയറുമ്പോൾ ഒരു മടുപ്പ് വരാനുണ്ട്. കാരണം നമ്മൾ ഈ ഒരു റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോണോട്ടണസ് ആണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, കുറച്ചുകൂടി ഡ്രൈ ആയിട്ടുള്ള സമയമാണ്. നമ്മൾ പോയത് ജാനുവരി ആ ഒരു സമയത്തായിരുന്നു. അപ്പോൾ ഫുള്ളൊരു എന്താണ് ഭയങ്കര ഒരു ഗ്രീനറിയും കാര്യങ്ങളൊന്നും ഇല്ല. ഏകദേശം ഒരേ സംഭവങ്ങൾ തന്നെയാണ്. കുറെ കുന്ന്, അതേപോലെ കുറച്ച് ഡ്രൈ ഏരിയ, കുറെ ഇങ്ങനെ ഓപ്പൺ സ്പേസ്. ഇത് തന്നെയാണ് മിക്കവാറും സമയം എനിക്ക് തോന്നുന്നു നമ്മള് നാഗ്പൂരായിരുന്നു ലൈക്ക് ഇതിന്റെ ഈ ഒരു റോഡ് നമ്മൾ എൻഡ് ചെയ്യുന്നത് ബേസിക്കലി. ഐ മീൻ മെയിൻ ഡെസ്റ്റിനേഷൻ ആന്ധ്രാപ്രദേശ് കഴിഞ്ഞിട്ട് നമ്മൾ NH44 പോകുന്നത്. അപ്പൊ നാഗ്പൂർ വരെ ഓൾമോസ്റ്റ് സിമിലർ സാധനങ്ങളാണ് കാണാനുള്ളത്. ഭയങ്കര മടുപ്പാണ്. Full tank. എന്റെ വണ്ടീന്റെ പെട്രോൾ ടാങ്ക് കുറച്ചുകൂടി വലുതായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇങ്ങനെ ഈ ചില നിമിഷങ്ങളിൽ ആഗ്രഹിച്ചു പോകുന്നു ഗൈസ്. അപ്പൊ നിങ്ങളേക്ക് ഇതൊക്കെ കണ്ടിട്ടില്ലേ വണ്ടി എടുത്തിരുന്നു. പെന്നുകൊണ്ട 36 കിലോമീറ്റർ, അനന്തപൂർ 114, കുർണൂൽ, ഹൈദരാബാദ്. ഈ കുർണൂലിലാണ് നമ്മുടെ ബേലം കേസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ബേലം കേസ് അതേപോലെ ഇന്ത്യയിലെ സെക്കൻഡ് ലോങ്സ്റ്റ് കേവ് സിസ്റ്റം ആണെന്നാണ് പറയുന്നത്, റോക്ക് ഫോർമേഷൻ. കുർണൂൽ എനിക്ക് തോന്നുന്നു തുംഗഭദ്ര റിവറിന്റെ ബാങ്കിലുള്ള ഒരു സിറ്റിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് എക്സാക്ട് ഓർമ്മയില്ല. കുർണൂൽ എന്നാണോ വായിക്കേണ്ടത് അല്ല കർണൂൽ എന്നാണോ വായിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഹിന്ദിയിൽ അവർ എഴുതിയിരിക്കുന്നത് കർണൂൽ എന്നാണ്. പക്ഷേ നമ്മുടെ പുതിയ ഹൈവേയിലുള്ള ഓരോ ഹിന്ദി ബോർഡ്സും വായിച്ചു കഴിഞ്ഞാൽ അറിയാം എത്രമാത്രം മണ്ടത്തരങ്ങളാണ് അവർ എഴുതി വെച്ചേക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ഏതാണ് ശരിക്കുള്ള പ്രൊനൗൺസിയേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതുന്ന സാധനമേ എല്ലാവരും ഹിന്ദിയിലേക്ക് വരുന്ന സമയത്ത് എഴുതുന്നത് ഫുൾ മണ്ടത്തരാണ്. എനിക്ക് കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് കുറേ സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് കോഴിക്കോട് ഭാഗത്തൊക്കെ. ഒരു തിരക്കും ഇല്ലാത്ത ഹൈവേ എനിക്ക് എപ്പോഴും ഇഷ്ടം. ഇങ്ങനത്തെ ഹൈവേ ആണോ ഒരു തിരക്കും ഇല്ലാതെ നമുക്ക് സമാധാനമായിട്ട് പോകാൻ പറ്റണം. നല്ല പീസ്ഫുൾ ആണ്, വണ്ടികളൊക്കെ കുറവ്, ഹൈവേ അത്യാവശ്യം നല്ല കുഴിയും ഇതൊന്നും ഇല്ലാത്ത ഹൈവേ. ഇവിടെ നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്, ലേപാക്ഷിയിലേക്ക്. ഇവിടെ നിന്ന് എനിക്കറിയില്ല എത്ര ദൂരമുണ്ട്, കാരണം എൻ്റെ കയ്യിൽ മാപ്പ് ഇല്ലാവും. പക്ഷെ ഇനി മാപ്പ് വെക്കണം, കാരണം ഞാൻ ഒറ്റക്കൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ വരും കേൾക്കണ്ട, ഞാൻ ഒറ്റക്കൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാപ്പ് നോക്കി പഠിക്കണം. മാപ്പ് നോക്കി പോകാൻ അറിയാം, പക്ഷേ മിക്കവാറും എല്ലാ ഗേൾസിനും ഉള്ളതുപോലെ ലെഫ്റ്റും റൈറ്റും എനിക്കും കൺഫ്യൂഷൻ ഉണ്ട്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് റൈറ്റ് ആണ്, റൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ലെഫ്റ്റ് ആണ്. സോ പക്ഷെ ഞാൻ ഓടിക്കുന്ന സമയത്ത്, ഞാൻ മാപ്പ് നോക്കി ഓടിക്കുന്ന സമയത്ത് എനിക്ക് ആ കൺഫ്യൂഷൻ ഇല്ല, പക്ഷെ ഞാൻ പറയുമ്പോൾ എനിക്ക് ആ കൺഫ്യൂഷൻ ഉണ്ട്. സോ ഇവിടെ നിന്ന് ഇപ്പൊ നമുക്ക് ശരിക്കുള്ള ലെഫ്റ്റ് ആണ് എടുക്കേണ്ടത് ഗൈസ്. ഹൈവേന്റെ മെയിൻ എക്സിറ്റ് വരുന്നത് ഇപ്പുറത്തേക്ക് കൂടി ആയിരുന്നു. കുഴപ്പമില്ല. ഒരു നന്ദീന്റെ പ്രതിമയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പരുന്ത് കൊള്ളാം കേട്ടോ, ഗേറ്റ് ഒക്കെ കൊള്ളാം, എനിക്ക് ഇഷ്ടമായി. ഇവിടെ നിന്ന് ഇനിയും 16 കിലോമീറ്റർ ഉണ്ട് ലേപാക്ഷിയിലേക്ക്. ഹിന്ദുപുരയിലേക്ക് 29 കിലോമീറ്റർ. എനിക്ക് തോന്നുന്നു ഹിന്ദുപുരയാണ് ഇവിടുത്തെ മേജർ ടൗൺ എന്ന് പറയുന്നത്. വെൽക്കം ടു ലേപാക്ഷി ഗൈസ്. എൻ്റെ കൂടെ നിങ്ങൾക്കും സ്വാഗതം ലേപാക്ഷിയിലേക്ക്. സെക്കൻഡ് ഇംപ്രഷൻ പാർക്ക് ചെയ്യുന്ന സ്ഥലം ഒരു വൃത്തിയില്ല ഗൈസ്, ഒരു വൃത്തിയില്ലെന്നാണ്, ഒരു വൃത്തിയില്ല. പാർക്കിംഗ് ഫീസ് നമ്മൾ 10 രൂപ എന്തോ കൊടുക്കുന്നുണ്ട്. ഫുള്ള് വേസ്റ്റ് എടുത്തില്ല. അത് ഇവരെ മാത്രം പറഞ്ഞല്ല, നമ്മളെപ്പോലത്തെ ആൾക്കാർ ഇവിടെ വരുന്നു, എന്തെങ്കിലും കഴിക്കുന്നു, താഴെ ഇടുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചൊരു വലുതായതിന് ശേഷം, ഐ മീൻ ഇങ്ങനെ കുറച്ചൊരു സിവിക് സെൻസ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഒരു മുട്ടായി കടലാസ് പോലും ഞാൻ താഴെ ഇട്ടിട്ടില്ല എന്നാണ് എനിക്ക് ഓർമ്മ. ഐ മീൻ ഐ ട്രൈ നോട്ട് ടു. എനിക്ക് തോന്നുന്നു ഇതിന്റെ മെയിൻ എൻട്രൻസ് ചിലപ്പോൾ ഇതായിരിക്കില്ല, വേറെ ആയിരിക്കും. പക്ഷെ വാട്ട് എവർ ഇറ്റ് ഈസ് വളരെ മോശം സിറ്റുവേഷനിലാണ് ഉള്ളത്. കീ എടുത്തില്ല വണ്ടി ടുട്ടു എടുത്തില്ല എന്റെ നോക്കട്ടെ. നമ്മുടെ ഹെൽമെറ്റും ജാക്കറ്റൊക്കെ ഇവിടെ വെച്ചു. നിന്റെ ഉണ്ട്, എന്റെ ഉണ്ട്. കീക്ക് എടുത്തിട്ടേ ലേപാക്ഷി റൈറ്റ് നൗ. ഇവിടെ എന്തൊക്കെ കാണാണ്ട് നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ജസ്റ്റ് വാക്കിംഗ് അറൗണ്ട് ആൻഡ് വിൽ സീ വാട്ട് ആർ ദ തിങ്സ് വി ക്യാൻ എക്സ്പ്ലോർ. ഓക്കെ അല്ലേ? അതെ, ഇവിടെയായിരുന്നു പാർക്കിങ്. ഇത് ഇതിന്റെ എൻട്രൻസ്. ചെരുപ്പൂരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകേണ്ടിയിരിക്കും.
നമ്മളിങ്ങനെ ലേപാക്ഷി, ഐ ഡോണ്ട് നോ ഹൗ ടു പ്രൊനൗൺസ്, ഇങ്ങനെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ ലേപാക്ഷി എന്ന് പറയുന്നത് നമ്മുടെ ആന്ധ്രാപ്രദേശിലുള്ള ശ്രീ സത്യസായി ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ചെറിയൊരു വില്ലേജ് ആണ്. നമ്മൾ ബാംഗ്ലൂരിന് ഏകദേശം ഒരു 120 കിലോമീറ്റേഴ്സ് ദൂരേ ഉള്ളൂ ലേപാക്ഷിയിലേക്ക്. NH44 ആണ് ഒബിയസ്ലി റോഡ്, നല്ല അടിപൊളി റോഡാണ്. സോ ഇറ്റ് ഈസ് വെരി ഈസിലി ആക്സസിബിൾ ഫ്രം ബാംഗ്ലൂർ. ഇവിടുത്തെ മെയിൻ അമ്പലം എന്ന് പറയുന്നത് വീരഭദ്രന്റെ അമ്പലമാണ്. അതായത് ശിവന്റെ ഒരു ഫിയേഴ്സ് ഫോം. ബേസിക്കലി നമ്മുടെ 16ാം സെഞ്ചുറിയിൽ വിജയനഗര എംപയറിന്റെ സമയത്താണ് ഈ ഒരു ടെമ്പിളും ഇവർ കൺസ്ട്രക്ട് ചെയ്തത്. നമ്മൾ ഹംപിയിൽ കണ്ട പോലെ ഇവിടെയും വീരഭദ്രനാണ് മെയിൻ ഡേറ്റി. അപ്പോൾ പ്രോപ്പർ ഒരു വിജയനഗര ആർക്കിടെക്ചർ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെയും കാണാൻ പറ്റുന്നത്. വലിയ പില്ലേഴ്സും മ്യൂറൽ പെയിന്റിങ്സും കാർവിങ്സ് ഒക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ആക്ച്വലി ഇവിടെ ഒരു ഹാങ്ങിങ് പില്ലർ ഉണ്ട്. ആ പില്ലർ നമ്മൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ നമ്മളത് നോട്ടീസ് ചെയ്തിട്ടില്ല. അത് അതായത് താഴെ കറക്റ്റ് ഫുള്ളായിട്ട് ടച്ച് ചെയ്യുന്നില്ല, അടിയിലേക്ക് കൂടി ഒരു ടവല് ഇട്ട് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരുന്നതാണ് ഇവർ പറയുന്നത്. നമുക്കത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എടുക്കണമെങ്കിൽ ചിലർ പറയുന്നുണ്ട്. ഇവിടെ ശിവലിംഗം. To not climb over the platform. വീരഭദ്രന്റെ അമ്പലത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് പില്ലേഴ്സും ഭയങ്കര ഇൻട്രിക്കേറ്റ് കാർവിങ്സും ഉണ്ട്. അതേപോലെ മേലെ സീലിംഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മ്യൂറൽ പെയിന്റിങ്സ് കാണാൻ പറ്റുന്നുണ്ട്. ദാറ്റ്സ് ആക്ച്വലി ബ്യൂട്ടിഫുൾ. ഈ ഇവരുടെ കാർവിങ്സിൽ ഞങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു ഡാൻസേഴ്സിനെയും കുറേ ദൈവങ്ങളെയും അങ്ങനെ കുറേ മൈത്തോളജിക്കൽ സീൻസ് ഒക്കെയാണ് ഇവർ ഇതിനകത്ത് ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ലേപാക്ഷിന്റെ ഒരു 200 മീറ്റർ അപ്പുറത്ത് ഒരു നന്ദിന്റെ പ്രതിമ ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ അതും കണ്ടിട്ടുണ്ടായിരുന്നില്ല. വൺ ഓഫ് ദി സിംഗിൾ സ്റ്റോൺ നന്ദി സ്റ്റാച്യു ഇൻ ഇന്ത്യ എന്നാണ് ഇവർ പറയുന്നത്. ഹനുമാന്റെയോ സീതേന്റെയോ അവരുടെ ഒരു ഫുട് പ്രിന്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എനിക്ക് ChatGPT തന്ന ഇൻഫർമേഷൻ ആണ് ഗൈസ്. എനിക്ക് ഇവിടെ പോകുന്ന സമയത്ത് ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. സോ ഈ ഒരു പാർട്ട് ഞാൻ ലേറ്റർ വോയിസ് ഓവർ ചെയ്യുന്നതാണ്. അടിപൊളി. എടാ കീ പോയി. നോക്കട്ടെ. ഇല്ല, നിന്റെ പേഴ്സിൻ്റെ ഉണ്ട്, അത് കയ്യിൽ വെച്ചോ. സമാധാനപ്പെട്. വണ്ടിയിലല്ല കിട്ടിയാ? നവീനേട്ടൻ്റെ ബൈക്കിൻ്റെ കീ കിട്ടിയിട്ടില്ല. നമ്മൾ ഇതിൻ്റെ അടുത്ത് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം അങ്ങോട്ട് പോവും, ഫുൾ സെറ്റാക്കും, എന്നിട്ട് വന്നിട്ട് ബാഗ് എടുത്തിട്ട് പോവാം. ഇവിടെ തന്നെ റൈറ്റിലേക്ക് തിരിഞ്ഞാണ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്നു. റൈറ്റ് റൈറ്റ് റൈറ്റ്. ഇതായിരിക്കും AP ടൂറിസം ഹോട്ടൽ. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ സോ ബേസിക്കലി എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേപാക്ഷി അമ്പലത്തിൻ്റെ അടുത്ത് എവിടെയോ നവീനേട്ടൻ്റെ ഹിമാലയൻ്റെ കീ നഷ്ടപ്പെട്ടു പോയി. നമ്മൾ ഒരുപാട് അന്വേഷിച്ചു, മൾട്ടിപ്പിൾ തവണ അമ്പലത്തിനകത്തും പുറത്തും കടയിലും ഒക്കെ നമ്മൾ പോയി നോക്കി, നമുക്ക് ആ കീ കിട്ടിയിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു സ്റ്റേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ആന്ധ്രാപ്രദേശ് ടൂറിസത്തിൻ്റെ റൂം 1000 രൂപ പ്ലസ് ടാക്സ്, 1000 രൂപ പ്ലസ് 100 സംതിങ് രൂപ ടാക്സ്, അങ്ങനെ എന്തോ ആണ് നമ്മൾ ആ റൂമിന് പേ ചെയ്ത് നമുക്ക് 3 പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന റൂം തൊട്ടടുത്തായിരുന്നു. ബേസിക്കലി വാക്കിംഗ് ഡിസ്റ്റൻസ്.
നമ്മൾ ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് നവീനന്റെ വണ്ടി അവിടെ വെച്ചിട്ട് ഞങ്ങൾ 2 വണ്ടിയിലും കൂടി നമ്മൾ ലഗേജും സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഈ ഹോട്ടൽ റൂമിലെത്തി നമ്മൾ റൈഡിങ് ഗിയേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് നവീനേട്ടന്റെ വണ്ടി ഈ ലേപക്ഷി അമ്പലത്തിൽ നിന്ന് നമ്മൾ ഈ സ്റ്റേയിലേക്ക് തള്ളിക്കൊണ്ടുവന്നു. നമ്മള് നവീനേട്ടന്റെ വണ്ടി കൊണ്ടുവന്നു, ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, കാണാണ്ടോ അറിയില്ല. ഇനിയിപ്പോ ഫുഡ് മാജിക്. ഇതിന്റെ വെള്ളം അതിനും പറ്റി, അതിന് ചോക്ലേറ്റ് ഒന്നും പറ്റി. എന്റെ മോനെ ചോറ് പോയി വഴിയറിഞ്ഞു ചേട്ടാ, നല്ലോണം വിശന്നു. 4 മണി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ആന്ധ്രാപ്രദേശ് ടൂറിസത്തിന്റെ ആടൊക്കെ ഇരിക്കാനൊക്കെ പറ്റും. ബാക്കോട്ട് കുറെ സ്ഥലമുണ്ട് കേട്ടോ. നവീനേട്ടന്റെ ബൈക്ക് ടോ ചെയ്ത് കൊണ്ടുപോവാൻ റോയൽ എൻഫീൽഡിൽ ആൾക്കാർ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാലോ റോയൽ എൻഫീൽഡിന്റെ ആൾക്ക്. ആ रॉयल एनफील्ड हाँ अंदर है 4 ലക്ഷത്തിന് വണ്ടി കൊണ്ട് ലോറി നമുക്ക് അടുത്ത ലോറിയാക്കി ആഘോഷിക്കും. അതെ അതെ അതെ. നല്ല രാശി അല്ല, അതിനൊരു പ്ലാറ്റ്ഫോം ഉണ്ട് അവരുടെ അടുത്ത്. Actually, we lost the key. That is the issue. That is the only issue we have with this bike. എടുത്ത് പൊക്കി വെക്കേണ്ടി വന്നേനെ. स्लो 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 ऊपर चढ़ना है क्या? വാവ്, കളിയാക്കി ചിരിക്കുന്നതല്ല. നമ്മൾ പറഞ്ഞില്ലേ പിന്നെ മൺസൂണിൽ എന്തെങ്കിലും ഞാൻ ലോറി കയറ്റി കൊണ്ടുപോകും വണ്ടി, എന്നിട്ട് ഞാൻ ഇതിന്റെ മേലിൽ ഇരിക്കും. മഹാരാഷ്ട്രയിലൊക്കെ എന്ത് ചെയ്യില്ലെന്ന് വെച്ചിട്ട് എനിക്ക് ആ സീനൊക്കെ ഓർമ്മ വരുന്നത്. സത്യമായിട്ട് എനിക്ക് ആ സീന ഓർമ്മ വരുന്നത്. ജഗതി ലോറി കയറി ചിരിക്കാൻ പാടില്ല പറയുന്നു. കേരള കോളേജിൽ ചിരിക്കാനോ നമ്മുടെ ചെക്കിനെത്തി ബോയ്സ്. ഡ്യൂപ്ലിക്കേറ്റ് കീയാക്കി 500 രൂപ മാത്രമേ ആയിട്ടുള്ളൂ. ഓൾ സെറ്റ്. ഇവിടെ ആക്ച്വലി എന്തോ ഉത്സവം എന്തോ നടക്കുന്നുണ്ട്. മൊത്തം ഒറ്റപ്പാണ് രാത്രി. നമ്മള് രാത്രി ആവില്ല, ഇവിടുന്ന് 10 മണിക്കൂർ എങ്ങാനേ ഉള്ളൂ നാട്ടിലേക്ക്. നമ്മുടെ ഫർദർ പ്ലാൻസ്, അതായത് ബേലം കേവ്സിൽ പോവാ, ഗന്ദിക്കോട്ട പോവാ, അതൊക്കെ നമ്മൾ തൽക്കാലം ഇവിടെ ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. രാത്രി നമ്മൾ ഫുഡ് അന്വേഷിച്ചിറങ്ങിയതാണ്, പക്ഷേ ക്ലീൻ ആയിട്ടുള്ളൊരു ഫുഡ് കഴിക്കാൻ വൃത്തിയായിട്ടുള്ളൊരു സ്ഥലമൊന്നും കാണുന്നില്ല. പിന്നെ പോണെങ്കിൽ ഹിന്ദുപുര പോകണം. അതിന് മാത്രമുള്ളൊരു എനർജി നമുക്കില്ല. എന്തെങ്കിലും ബിസ്ക്കറ്റ് എന്തെങ്കിലും വാങ്ങാന്ന് വിചാരിക്കുന്നത്. ഫുള്ള് എന്തോ ഉത്സവം നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ശിവരാത്രി റിലേറ്റഡ് എന്തോ ഉത്സവമാണ്. നല്ല ബ്യൂട്ടിഫുൾ അല്ലേ? എനിക്കൊന്ന് മാരീഡ് വുമൺ തോന്നുന്നുണ്ട്.